വളരെ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്കിന്ന്. രസം ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. പിന്നെ ഒരു ലെമൺ സൈസുള്ള ഒരു പുളി എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കായം, പിന്നെ രസത്തിൻ്റെ പൗഡർ. ഞാൻ ഈസ്റ്റേണിൻ്റെ രസം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും പെരിഞ്ജീരകവും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം, അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ. ഇതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് നമ്മൾ തക്കാളി നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളി മിക്സിയിലിട്ട് അടിച്ച് അത് പ്യൂരിയാക്കി അതും നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ പോകുന്ന ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് രസത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ ഈസ്റ്റേണിൻ്റെ രസം പൗഡറാണ് ഇടുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിരിക്കാം. ഞാൻ 2 സ്പൂണാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കായത്തിൻ്റെ പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് പുളി, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഫിൽറ്റർ ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, പുളി ഒഴിച്ച വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. തിളച്ചതിന് ശേഷം ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ല്, കായത്തിൻ്റെയും പുളിയുടെയൊക്കെ ആയിട്ട് നല്ല രസത്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. രസത്തിന് മല്ലിയില ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് വരും. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരം. അപ്പോൾ രസം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര നല്ല ടേസ്റ്റുള്ള രസമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.